അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോമി അവേഴ്സ്. അപ്പം ഇന്ന് തുടക്കത്തിൽ വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണൂല്ലേ. അപ്പം ഇന്ന് നമ്മുടെ മദീനയിലേക്കുള്ള യാത്ര കേട്ടോ. ഈ ദുനിയാവിൽ തന്നെ പുണ്യമാക്കപ്പെട്ട പരിപാവനമായ നമ്മുടെ മസ്ജിദ് നബിയിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ രാവിലെ തുടങ്ങിയ യാത്ര ഏകദേശം വൈകുന്നേരം അടുപ്പിച്ചാട്ടോ നമ്മളവിടെ എത്തിയത്. അപ്പം ഉച്ചഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. ജസ്റ്റ് ഭക്ഷണം കഴിച്ച് മക്കളൊക്കെ നല്ല ടയേർഡായിനി. അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുത്തിട്ട് വേണം പള്ളിയിലേക്ക് ഇനി പോകാൻ വേണ്ടിയിട്ട്. റൗള സന്ദർശിക്കാൻ ആദ്യം നമ്മൾ ബുക്ക് ചെയ്തിട്ടേ പോകാൻ കഴിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊല്ലത്തിൽ ഒരാൾക്ക് ഒരു തവണ മാത്രമേ റൗള സന്ദർശിക്കാനുള്ള അനുവാദമുള്ളൂ കേട്ടോ. പിന്നെ തിരക്ക് കുറഞ്ഞ സമയം നമ്മളെ വിളിക്കുകയാണെങ്കിൽ പോവാം. കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സമയമൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ പെട്ടെന്ന് പോരുന്നതുകൊണ്ട് നമുക്ക് തലേന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് സമയം ഇങ്ങനെ 11:30 12:30 കിട്ടിയത്. ഇപ്പോൾ കിട്ടിയാലും അൽഹംദുലില്ലാ അവിടെ എത്തിയാൽ മതി. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഫ്രഷായിട്ട് വേണം പള്ളിയിലേക്ക് പോവാൻ ഇൻഷാ അല്ലാഹ്. ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഭാഗ്യമാട്ടോ എനിക്കൊക്കെ കിട്ടിയത്. വിചാരിച്ചതിട്ടില്ല കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്നോ അല്ല ഇവിടെയൊക്കെ കാണാൻ പറ്റും, ഇങ്ങനെ വരാൻ പറ്റുന്നൊക്കെ എന്തോ ഭാഗ്യമുള്ളത് കൊണ്ടേക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും അൽഹംദുലില്ലാ. ഞാനൊരു 5ാമത്തെ പ്രാവശ്യം കേട്ടോ മദീന കാണാനും അത് അനുഭവിക്കാനൊക്കെ പറ്റുന്നത്. പക്ഷേ റൗദൻ്റെ അടുത്ത് എനിക്ക് പോകാൻ ആകെ 2 പ്രാവശ്യമേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ പള്ളീൻ്റെ അടുത്ത് തന്നെ റൂം എടുത്തിട്ടോ. പള്ളിയിൽ കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇവർ പിന്നെ പുതിയ റൂമൊക്കെ കിട്ടിയ സന്തോഷത്തില്ലേ കേട്ടോ. മക്കളല്ലേ, അത്രയല്ലേ ഉള്ളൂ. ഭയങ്കര കളി ചിരിയും ചാട്ടമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒന്ന് റൂം എടുത്തത്. ഉറക്കം പോയിട്ട് ആരും ഉറക്കിയിട്ടുമില്ല രണ്ടും. അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ പള്ളി പോകാൻ ഒരുക്കത്തില്ല കേട്ടോ. കഴിയുന്നത് ഏതെങ്കിലും സ്ഥലം നേരത്തെ എടുത്തുക കേട്ടോ നല്ലത്. ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ ഈ പട്ടണം തന്നെ ഫുള്ള് ഓട്ടത്തിലാവും പള്ളിക്കേക്കുള്ള. പിന്നീടുള്ള ഓരോ ചുവടിനും കൂലി ഉണ്ട് എന്നല്ലേ. എനിക്കും ഇക്കാക്കും സിയാറത്തിന് വേണ്ടിയിട്ട് വേറെ സമയമാണ് കിട്ടിയത്. അതുകൊണ്ട് മക്കളെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് രണ്ടാളും 2 സമയമാണ് എടുത്തത്. ഇക്കാക്ക് മഗ്‌രിബിന് ശേഷം എനിക്ക് ഇശാക്ക് ശേഷമാണ് കേട്ടോ സമയം കിട്ടിയത്. 11:30 12:30 എൻ്റെ സമയം. എന്നാൽ ഞാൻ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ടൈമിൽ സിയാറത്തിനുള്ള ക്ഷണം വന്നിട്ടോ. അൽഹംദുലില്ലാ. വിളി വന്നാൽ പിന്നെ എല്ലാവരും ഓടണ തിരക്കില്ലാട്ടോ. പിന്നെ കുറേ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ ഇടം പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു കേട്ടോ. ഞാനും സ്പീഡിൽ ഓടി. ഇവിടെ കാണുന്ന ഓരോ തൂണുകൾക്കും എല്ലാം ഈ ഓരോ തൂണുകളും ഓരോ ഈത്തപ്പന മരങ്ങളേനി കേട്ടോ. എല്ലാത്തിനും ഓരോ ചരിത്രങ്ങളുണ്ട്. നമുക്ക് കുറേ പറയാൻ അറിയാത്തതുകൊണ്ടും അത്ര സമയമില്ലാത്തതുകൊണ്ടും ഒക്കെ ഇത്ര ഒതുക്കിയാണ്ട് പറയാം കേട്ടോ. ആ കാണുന്ന മിമ്പർ കണ്ടില്ലേ, ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. റസൂൽ ഖുതുബ് നിർവഹിച്ച സ്ഥലമാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നതാണ്. നബിൻ്റെ വീട് നിന്ന സ്ഥലം ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് കണ്ടോട്ടെ ഈ രൂപത്തിലായത്. അങ്ങനെ എല്ലാവരോടും സലാം പറഞ്ഞ് അവസാനം നമുക്കും സലാം പറയാൻ സമയമായിട്ടോ. എന്തായാലും ഇവിടെ വരാനും ഇതെല്ലാം കാണാനും എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. സ്വർഗത്തിൽ കാണുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. ഇതൊക്കെ കാണാൻ പറ്റിയ വലിയ ഭാഗ്യമല്ലേ. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേക തരം ഫീലിങ്സ് ആട്ടോ. എന്തായാലും എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങുക കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പറ്റട്ടെ. തിരിച്ച് നമ്മളെ കൊച്ചു ഗ്രാമത്തിലേക്കാട്ടോ. അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാനും പറയാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ അല്ലേനി കേട്ടോ. പോയവർക്ക് മനസ്സിലാവും. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.